ശരിക്കും ഈ തൊട്ടതെല്ലാം ചേട്ടൻ പൊന്നാക്കി ആ പ്രൊഡ്യൂസ് ചെയ്തതും ഒക്കെ അല്ലേ പിന്നെ അതിലോട്ട് അങ്ങ് വിട്ട തന്നെ ചേട്ടാ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ഹൈറ്റ്സും ഉണ്ട് ഒരു ഡൗൺഫോളും ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം നമ്മുടെ ഫീൽഡിലാണെങ്കിൽ അത് അറിയും കൂടുതൽ അറിയും കാരണം ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ കത്തി നിൽക്കുന്നു പിന്നെ അടുപ്പിച്ച് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് പടങ്ങളില്ലെങ്കിൽ മമ്മൂട്ടി പടമില്ലേ ലാലിൻ്റെ പടമില്ലേ എന്ന് ചോദിക്കും കാരണം അവർക്ക് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതേസമയം ഒരു താഴെ നിൽക്കുന്ന ഒരാൾ മിസ്സിങ് ആയാലും ആരും അറിയില്ല അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അറിയില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയൊക്കെ സിനിമയൊക്കെ എടുത്ത് വലിയ കത്തി നിന്ന കാലഘട്ടത്തിലാണ് എൻ്റെ സമയദോഷം വന്നത് അപ്പോൾ സമയദോഷം വന്ന് സമയം മോശമായപ്പോൾ ഞാൻ പതുക്കെ അതിൽ നിന്ന് പിൻവലിച്ചു കാരണം കുറേ കാശ് പോയി അപ്പോൾ പിന്നെയും കാശ് കളയാൻ എൻ്റെ ഇല്ല അപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും കാരണം പൈസ എന്തായാലും ഇത്രയും പോയി ഇനി എന്ത് വഴിയിൽ നമുക്ക് തിരിച്ച് ഈ മേഖലയിൽ തന്നെ നിൽക്കണം കാരണം എൻ്റെ നാൾ ചോദ്യമാണ് അപ്പോൾ കലാപരമായിട്ടുള്ള കഴിവാണെന്ന് എപ്പോഴും എല്ലാവരും പറയും പക്ഷേ ഞാനൊരു സിനിമ നിർമ്മിക്കുന്നതിന് അത്ര വലിയ കലാപരമായിട്ട് കഴിവൊന്നും വേണ്ട പക്ഷേ ഞാൻ അതിനുശേഷം തൊട്ടതെല്ലാം കലാപരമായിട്ടുള്ള ഫീൽഡ് തന്നെയാണ് ഞാനൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഇഷ്ടംപോലെ ഷോസ് ഓവർസീസും ഇന്ത്യയിലും ഒക്കെ ചെയ്യാനും അത് ഡയറക്റ്റ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചു വിതരണം ചെയ്തെങ്കിലും അതിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഇതിൽ ഇപ്പോൾ ഞാൻ ഇന്ന് അറിയപ്പെടുന്നത് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾ നിർമ്മാതാവാണോ പലർക്കും അറിയില്ല എപ്പോഴും പക്ഷേ ഈ പറഞ്ഞ മേഖലയിലോട്ട് വന്ന് നടനായതിനു ശേഷമാണ് ജനം എൻ്റെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയത് അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ അതല്ലെങ്കിലും ശരിക്കും നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ക്യാമറയുടെ പുറകെ നിൽക്കുന്നവർ അത്രയും ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ് ഈ പ്രൊഡ്യൂസർമാരെന്ന് പറയുന്നൊരു വിഭാഗം ഏറ്റവും ഗതികെട്ട ഒരു വിഭാഗമാണെന്ന് പറയാം കാരണം ഇത്രയും കാശ് കടം മേടിച്ച് പലിശയ്ക്കെടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് സ്വന്തം കൊണ്ടുവന്ന കാശാകാം ഇതെല്ലാം കൊണ്ടുവന്ന് സിനിമ എടുത്തതിന് ശേഷം സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അതൊരു മമ്മൂട്ടി സിനിമയായി അല്ലെങ്കിൽ മോഹൻലാൽ സിനിമയായി അല്ലെങ്കിൽ ഷാജി കൈലാസ് സിനിമയായി ഇതെല്ലാം കഴിയുമ്പോഴേക്കും പ്രൊഡ്യൂസർ ആരെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല സത്യമല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ അതാണ് പറ്റുന്നത് അപ്പോൾ പടങ്ങൾ എത്ര ഓടിയാലും ശരി നിങ്ങളാണതിൻ്റെ പ്രൊഡ്യൂസറല്ലേ എന്ന് പിന്നെ നമ്മൾ തന്നെ പറയണം അത് പ്രൊഡ്യൂസറുടെ ഒരു ഗതികേടാണ് ചേട്ടാ ശരിക്കും ഇപ്പൊ കേട്ടിട്ടേ ചേട്ടന് പറഞ്ഞല്ലോ അപ്പ് ആൻഡ് ഡൗൺസ് ഒരുപാട് ഉണ്ടെന്ന് എല്ലാവരുടെയും മനസ്സിലും ഇപ്പൊ ചേട്ടന് ശരിക്കും അപ്പ് ആൻഡ് ഡൗൺസ് പറയുമ്പോൾ ചേട്ടൻ പറയുന്നത് തന്നെ കഴിയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താ ചേട്ടൻ പോന്നേക്കുന്നത് അല്ലേ ടിൽ നൗ ആ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തതും ഇച്ചിരി ഹിറ്റ് ആയതും ഫ്ലോപ്പ് ആയതും അതിനകത്തുണ്ടായ മെന്റൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം എന്നറിയാമോ നമ്മുടെ ലൈഫിൽ എല്ലാവരും സക്സസിന്റെ പുറകെയാണ് ഒരാൾ ഹിറ്റായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ ഉണ്ടാവും അതേസമയം നമ്മൾ താഴോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ട പരിചയം പോലും ചിലപ്പോൾ കാണിച്ചില്ല ഇത് ഞാൻ പല ആൾക്കാരിൽ ഞാൻ കണ്ടു ഫേസ് ചെയ്തു പക്ഷേ ഞാൻ ഒരു വ്യത്യസ്തനായ മനുഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ അവരോട് ഒരു ദേഷ്യവും ഇന്ന് കാണിക്കാറില്ല അവരെല്ലാം വിചാരിച്ച് കാണാം ദിനേശ് പണിക്കർ എന്ന് പറഞ്ഞ വ്യക്തി ഇനി തിരിച്ചു വരില്ല പക്ഷേ ഇത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയും എത്താം സത്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് വീണ്ടും ഇതേ ഇൻഡസ്ട്രി വന്നു അതേ ആൾക്കാരോട് തന്നെ വർക്ക് ചെയ്യുന്നു അതേ സന്തോഷം അതേ സന്തോഷമല്ല അതിനേക്കാളും സന്തോഷം ഇരട്ടി സന്തോഷം എനിക്കിന്ന് കിട്ടുന്നു അപ്പോൾ ഞാൻ ഒരിക്കലും ആരോടും അക്കാര്യത്തിൽ ഒരു ഈർഷ്യയോ ദേഷ്യമോ കാണിച്ചിട്ടില്ല കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് നമ്മളതിന് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല സത്യമല്ലേ നമുക്ക് വരേണ്ടത് നമുക്ക് വന്നു നമ്മൾ അനുഭവിക്കേണ്ട ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കണം ഒരു 2-3 വർഷം ജീവിതത്തിൽ ഞാനിപ്പോൾ വയസ്സ് പറയുന്നില്ല ഇത്രയും വർഷത്തിനിടയിൽ നമുക്ക് ഒരു 3-4 വർഷമാണ് എൻ്റെ ജീവിതത്തിൽ താഴ്ച വന്നത് പക്ഷേ ഐ വാസ് ബോൺ വിത്ത് ദ ഗോൾഡൻ സ്പൂൺ ജനിച്ച സമയം മുതൽ ഇത്രയും വർഷം വലിയ ഭാഗ്യവാനായിട്ട് ജനിക്കാൻ സാധിച്ചത് ഇന്നും ഞാൻ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരു ജീവിതത്തിൽ 3-4 വർഷം താഴ്ച വന്നത് ഒന്നുമല്ല എന്നേ ഞാൻ പറയുള്ളൂ ചേട്ടൻ്റെ ശരിക്കും ലൈഫിൽ അപ്സ് ഉണ്ടായപ്പോഴും ഡൗൺ ഉണ്ടായപ്പോഴും എല്ലാത്തിനും ചേട്ടൻ്റെ കൂടെ നിന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ സമയത്തൊന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദൈവം തന്നെയായിരുന്നു കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ പോയി പറഞ്ഞിരുന്നതും അവിടെ നിന്ന് തിരിച്ചു കിട്ടിയതും എല്ലാം ദൈവത്തിൻ്റെയും തന്നെയാണ് ഇല്ല ഞാൻ അങ്ങനെ ഒരാളെ എടുത്ത് പറയുന്നില്ല കാരണം അതിൻ്റെ കൂടെ നിന്ന ആൾക്കാരുണ്ട് കാരണം എന്നെ പണം തന്ന് സഹായിച്ച ആൾക്കാരുണ്ട് എൻ്റെ ഈ പറഞ്ഞ മോറലി വാക്കുകൊണ്ട് സഹായിച്ച ആൾക്കാർ വരെയുണ്ട് സോ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരാളെ പറയാൻ പറ്റില്ല എല്ലാവരും നമ്മളെ പണം തന്ന് സഹായിക്കണം എന്നില്ല പക്ഷേ ദിനേശ് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ തോളത്ത് തട്ടിയ ആളെ പോലും ഞാൻ ഇന്ന് വില കൽപ്പിക്കുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി ദിസ് ഷാൽ പാസ് ഇത് മാറിപ്പോകും എന്നൊരു ചിന്ത നമ്മൾ സ്വയമായിട്ട് തന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നല്ല സമയം വന്നു ഇപ്പോൾ എൻ്റെ ദൈവം സഹായിച്ച നല്ല സമയമാണ് ഇപ്പോഴും ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്
ദിസ് ടു ഷാൽ പാസ്. സ്റ്റഡി അല്ല, ഇതും വീണ്ടും മാറാം. അപ്പോൾ നമ്മുടെ ഈ സാധനം നല്ല പൊസിഷനിൽ വരുമ്പോൾ അഹങ്കരിക്കരുത്. ദിസ് ടു ഷാൽ പാസ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞാൻ വേറൊരു സത്യം പറയാം. എൻ്റെ ബാല്യകാലത്ത് തന്നെ എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, ഞാൻ ശരിക്കും നേരത്തെ യമുന പറഞ്ഞ പോലെ തന്നെ ഒരു എഞ്ചിനീയർ ആകേണ്ട വ്യക്തിയാണ്. ഞാൻ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. എനിക്ക് REC കോളേജ് ട്രിച്ചിറാപ്പള്ളിയിൽ എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ അതിന് പോകാതെ എൻ്റെ ലൈഫ് ഞാൻ വേറെ രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. ഞാനത് വിചാരിച്ചു ഇപ്പം ഈ പറഞ്ഞ 5 വർഷം ഞാൻ പോയി പഠിക്കുന്നില്ല, എൻ്റെ ലൈഫ് അതിലല്ല. മനസ്സിൽ ഇൻറ്റ്യൂഷൻ എന്ന് പറയില്ലേ, ആ ഇൻറ്റ്യൂഷൻ കൊണ്ട് ഞാൻ ആ ലൈൻ തിരഞ്ഞെടുക്കാതെ ഞാൻ വന്ന് പെട്ടത് ഈ മേഖലയിലാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയിലല്ല ഞാൻ അവസാനം വന്ന് പെട്ടത്. ഇതൊരു ഇൻറ്റ്യൂഷനാണ് എന്നെ എവിടം വരെ എത്തിച്ചത്. എന്ന് പറഞ്ഞാൽ താഴ്ച വന്ന സമയത്തും ആ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്തു. എനിക്ക് നീ പേടിക്കേണ്ടടാ, നിനക്ക് മുമ്പിൽ കിടപ്പുണ്ട് നിന്നെ നല്ല സമയം എന്ന് സ്വയമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ കോച്ച് ചെയ്യായിരുന്നു എന്നെ. യെസ്, ഇറ്റ് ഈസ് എ പോസിറ്റീവ് എനർജി. ആ കോച്ചിങ്ങിൻ്റെ ഒരു ഗുണമായിരിക്കാം ആ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്തത് സത്യമായിട്ട് തന്നെ എൻ്റെ ലൈഫിൽ മുമ്പിൽ ഇങ്ങനെ വന്നു. ചേച്ചിക്ക് ഇതേമാതിരി വല്ല പോസിറ്റീവ് എനർജീസ്, ഇൻഡ്യൂഷൻസ് ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ? ഒരു പോസിറ്റീവ് എനർജി ചേച്ചിനെ ലീഡ് ചെയ്തിട്ടുണ്ടോ എവിടെയെങ്കിലും? തീർച്ചയായിട്ടും ലൈഫിൽ ഉടനീളം ഇപ്പോഴും ആ പോസിറ്റീവ് എനർജി തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കണക്ക് ദൈവത്തെ തന്നെ, ഭഗവാൻ കൃഷ്ണൻ കൂടെ തന്നെ ഉണ്ടെന്ന് ചിന്തിക്കുക ഞാൻ. കാരണം ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഫാമിലിയിൽ മുരുകൻ, അമ്മയുടെയൊക്കെ പിള്ളാസ്, അവർ മുരുകനെയാണ്, മുരുകഭക്തരാണ്. പിന്നെ ഞാൻ ജനിച്ചത് ഞാൻ പറഞ്ഞില്ല അരുണാചൽ പ്രദേശിൽ, അവിടെ കാളിയാണല്ലോ കൂടുതൽ. കൃഷ്ണൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഫാമിലിയിലേ ഇല്ല ആർക്കും. എനിക്കിത് ചെറുതിലത്തെ കാര്യം പറഞ്ഞറിവേ ഉള്ളൂ. അപ്പോൾ എനിക്കെന്തോ ഞാൻ ഇച്ചിരി സംസാരിച്ച് തുടങ്ങിയ സമയത്ത് മുറ്റത്തെന്തോ നടന്ന സമയത്ത് തട്ടി വീഴുകയും ഞാൻ കൃഷ്ണ എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അതെനിക്കറിയില്ല, എല്ലാവരും പറഞ്ഞുള്ള അറിവാണ്. പക്ഷെ അതിന് ശേഷം ഞാൻ എൻ്റെ വായിൽ എന്ത് ഇത് വന്ന്, നമ്മൾ ശരിക്കും ഒരു എന്ത് പറ്റിയാലും നമ്മൾ അമ്മയെന്നല്ലേ വിളിക്കൂ, പക്ഷെ ഞാൻ അതല്ല, എൻ്റെ കൃഷ്ണാന്നേ വരൂ എനിക്ക് അത്. അതിൻ്റെ ഭയങ്കര ഉദാഹരണമായിരുന്നു. ഞാൻ ഡെലിവറി ടൈമിൽ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഈ പെയിൻ വന്നിട്ടേ എൻ്റെ കൃഷ്ണ അതെ വിളിച്ചത്. ഡോക്ടർ ഹസ്ബൻഡിൻ്റെ പേര് കൃഷ്ണൻ എന്നാണോ? എനിക്ക് ഇന്ന് ഓർമ്മ, സത്യത്തിന് ചേട്ടാ, സത്യം. ഡോക്ടർ ഹസ്ബൻഡിൻ്റെ പേര് മഹേഷ് എന്ന് പറഞ്ഞിട്ടല്ലേ ആയിരുന്നല്ലോ നിങ്ങൾ തന്നിരുന്നത്, കൃഷ്ണൻ എന്നാണോ? ഞാൻ ഭഗവാനെ വിളിച്ചതാ.